ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ താഴുമ്പോഴും പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നതിന് അമേരിക്കയുടെ തീരുവ ഭീഷണി വെല്ലുവിളിയാക്കുന്നു. റഷ്യയിൽ നിന്ന് മികച്ച വിലയിളവോടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക 500% വരെ തീരുവ ഏർപ്പെടുത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി കണക്കിലെടുത്താണ് ഇന്ത്യ തീരുമാനം വൈകിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതിയിൽ 30%-ലധികവും റഷ്യയിൽ നിന്നാണ്. ആഗോള ഇന്ധന വിപണിയിലെ റഷ്യയുടെ മേധാവിത്വം അട്ടിമറിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിനായാണ് റഷ്യൻ ക്രൂഡ് വാങ്ങുന്നവർക്ക് 500% ചുങ്കം ചുമത്താനുള്ള ബിൽ അവതരിപ്പിക്കുന്നത്. റഷ്യൻ ക്രൂഡ് ഓയിലിന് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയാൽ ഇന്ത്യ എണ്ണയ്ക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. റഷ്യ കഴിഞ്ഞാൽ സൗദി, UAE, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഇറക്കുമതിയിൽ 2 വർഷത്തെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഈ ഏപ്രിൽ എത്തിയിരുന്നു. അതേ കുതിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. US സെനറ്റർമാർ ഉയർത്തുന്ന അധിക ചുങ്ക ഭീഷണി, US-ന്റെ ഉപരോധം, റിഫൈനറികളെ ഉന്നമിട്ടുള്ള ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം തുടങ്ങിയ വെല്ലുവിളികൾക്കിടയിലും ഏപ്രിലെ കുതിപ്പ് തന്നെയാണ് റഷ്യ കാത്തുസൂക്ഷിക്കുന്നത്. മെയ്യിൽ ഇന്ത്യ പ്രതിദിനം ശരാശരി 1.96 ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തെന്ന് വിപണി നിരീക്ഷകരായ കെപ്ലർ വ്യക്തമാക്കി. ഇത് 10 മാസത്തിനിടയിലെ ഏറ്റവും ഉയരമാണ്. US-നെയും ചൈനയും പിന്നിലാക്കി ലോകത്തെ 3ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാഷ്ട്രമായ ഇന്ത്യ മെയ്യിൽ പ്രതിദിനം ശരാശരി 5.1 ദശലക്ഷം ബാരൽ വീതം ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തത്. വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയുണ്ടെന്നതാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങുന്നത് തുടരാൻ മുഖ്യ കാരണം. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 500% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനുള്ള ബിൽ കൊണ്ടുവരുമെന്ന് US സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്താൽ അടുത്തിടെ മുന്നറിയിപ്പും നൽകിയിരുന്നു. US-ന്റെ ഉപരോധമുള്ള റഷ്യൻ എണ്ണ ടാങ്കറുകൾ ഇന്ത്യ റഷ്യ എണ്ണ വ്യാപാരത്തിൽ ഉപയോഗിച്ചതായി കണ്ടുവെന്ന് അടുത്തിടെ ബ്ലൂബർഗും റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യയുടെ എണ്ണ റിഫൈനറികളെ ഉന്നമിട്ട് ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം മെയിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ സ്രോതസ് എന്ന സ്ഥാനം റഷ്യ നിലനിർത്തി. ഇന്ത്യ ഇറക്കുമതി ചെയ്ത എണ്ണയിൽ 38% റഷ്യയിൽ നിന്നായിരുന്നു. പ്രതിദിനം ശരാശരി 1.2 ദശലക്ഷം ബാരലുമായി ഇറാഖാണ് രണ്ടാമത്. സൗദി അറേബ്യ 6.15 ലക്ഷം, UAE 4.90 ലക്ഷം, US 2.80 ലക്ഷം എന്നിവയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. 2022 തുടക്കത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കൂട്ടിയത്. US-ഉം യൂറോപ്യൻ യൂണിയനും റഷ്യൻ എണ്ണയെ ഉപരോധത്തിലൂടെ ബഹിഷ്കരിച്ചിരുന്നു. പിന്നാലെ ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യ വിപണി വിലയേക്കാൾ വൻ ഡിസ്കൗണ്ടോടെ എണ്ണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു. അമേരിക്കയിൽ നിന്നും ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങുന്നുണ്ട്. ഇത് പരിമിതമായതിനാൽ ബ്രസീൽ, അങ്കോള എന്നിവിടങ്ങളിൽ നിന്ന് കൂടിയ വിലയ്ക്ക് വാങ്ങാൻ നിർബന്ധിതരാകും. ഇതോടെ ബാരലിന് $3 മുതൽ $6 വരെ വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതിനാൽ തിടുക്കത്തിൽ വിലയിൽ മാറ്റം വരുത്തേണ്ട എന്നാണ് തീരുമാനം. ഇപ്പോൾ ഒരു വീപ്പ ക്രൂഡ് ഓയിലിന് ശരാശരി $65 വില. ചുങ്കം ഉയർത്തിയാൽ ക്രൂഡ് ഓയിലിന് ആഗോള വിപണിയിൽ വില ഉയരും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നതിനാൽ കയറ്റുമതി ക്ഷമത കുറയും. US-ന് ക്രൂഡ് വിൽപ്പന ഗണ്യമായി വർദ്ധിപ്പിക്കാൻ അവസരമൊരുങ്ങും. ഇന്ത്യയുടെ ശരാശരി ക്രൂഡ് ഇറക്കുമതി പ്രതിദിനം 53 ലക്ഷം ബാരലാണ്. റഷ്യയിൽ നിന്ന് 18 ലക്ഷമാണ്. US-ൽ നിന്ന് 2.75 ലക്ഷവുമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ 1% പോലും ഇല്ലായിരുന്നു റഷ്യയുടെ വിഹിതം. പിന്നീട് പക്ഷേ വിഹിതം 44% വരെ കുതിച്ചുയരുകയും ഇന്ത്യയുടെ പരമ്പരാഗത സ്രോതസ്സുകളായ സൗദിയെയും ഇറാഖിനെയും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെയും പിന്തള്ളി റഷ്യ 1ാം സ്ഥാനം നേടുകയും ചെയ്തു. വലിയ ഡിസ്കൗണ്ടാണ് റഷ്യ ഇന്ത്യക്ക് നൽകുന്നത് എന്നത് ഇന്ത്യൻ എണ്ണ കമ്പനികൾക്കും നേട്ടമാണ്. ഉദാഹരണത്തിന് മെയ്യിൽ റഷ്യയുടെ ഒരു ക്രൂഡ് ഓയിൽ ഇനമായ യൂറാൽ ബാരലിന് $50 വീതം ഇന്ത്യക്ക് ലഭിച്ചപ്പോൾ അതിന്റെ രാജ്യാന്തര വിപണിയിലെ $60 ആയിരുന്നു. ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് റഷ്യ ബാരലിന് $20 വരെ ഡിസ്കൗണ്ട് നൽകിയിരുന്നു. ഇന്ത്യയും ചൈനയുമാണ് നിലവിൽ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപയോക്താക്കൾ. ഇപ്പോഴും റഷ്യയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങുന്നത് എങ്കിലും സൗദി മെയ് മാസം മുതൽ വൻ മുന്നേറ്റം നടത്തുന്നുണ്ട്. ഏപ്രിൽ ക്രൂഡ് ഓയിൽ വില $80 മെയ് മാസത്തിൽ $65 ഇത് ഇറക്കുമതി രാജ്യമായി ഇന്ത്യക്കും നേട്ടമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.